ഹലോ ഫ്രണ്ട്സ്, ടെക് ലിസിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടിലൻ ഹെഡ്ഫോണാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോണിയുടെ ഏറ്റവും പുതിയ ഹെഡ്ഫോണായ സോണി WH-1000XM4 അഥവാ മാർക്ക് 4 ആണ് എൻ്റെ കയ്യിലുള്ളത്. മുമ്പ് പുറത്തിറക്കിയ മോഡലുകളായ മാർക്ക് 2നും 3ക്കും ശേഷം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സായാണ് മാർക്ക് 4 പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു ബ്ലൂടൂത്ത് വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചറാണ്. ബോക്സിന് പുറത്ത് തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്പീക്ക് ടു ചാറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് അൺബോക്സ് ചെയ്തതിന് ശേഷം നോക്കാം. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ, അതൊക്കെ ഇതിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ ഒട്ടും ലേറ്റ് ആകാതെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കാണാം. ഈ ഒരു പൗച്ചിനകത്താണ് നമ്മുടെ ഹെഡ്ഫോൺ ഇരിക്കുന്നത്. നല്ല അടിപൊളി പാക്കിംഗ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു മാനുവലും കൊടുത്തിട്ടുണ്ട്. മാനുവലിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനുവലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഉള്ള ഓരോ ഫങ്ഷൻസും എങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ പിക്ചർ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെഡ്ഫോൺ നോക്കാം. ഇതിനകത്താണ് നമ്മുടെ ഹെഡ്ഫോൺ കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി പാക്കിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുനടക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പൗച്ചാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ! എന്ത് രസമായിട്ടാണല്ലേ അത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പൗച്ചിനകത്ത് കോമ്പാക്റ്റായി ഇരിക്കാനായിട്ട് അത് ഫോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റൈല് വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പൗച്ചിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പാക്കിങ് എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സൈസിലേക്കാണ് അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ. ഇതിനകത്ത് മെയിനായിട്ട് 2 ബട്ടൺസാണ് ഉള്ളത്. ഒന്ന് പവർ ബട്ടനാണ്. ഈ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്താണ് നമ്മൾ ഫോണും ലാപ്ടോപ്പൊക്കെ ആയിട്ട് പെയർ ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ള ഒരു കസ്റ്റം ബട്ടനാണ്. ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ ഒക്കെ യൂസ് ചെയ്യാനാണ് ഈ ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് സൈഡിൽ നമുക്ക് ചാർജിങ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടുണ്ട്. ഹെഡ്ഫോൺ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ കപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തൊടുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്തൊരു കേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേബിൾ നമ്മൾ ഏതെങ്കിലും ഡിവൈസായിട്ട് വയേർഡായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്ലഗ് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലൈറ്റിനകത്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിനകത്തുള്ളത് ചാർജിങ് കേബിളാണ്. ഇത് ടൈപ്പ് C to USB കണക്ടിവിറ്റി കേബിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ഹെഡ്സെറ്റിൽ ഈ ഒരു പോർട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട കേബിൾ യൂസ് ചെയ്ത് വയേർഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹെഡ്സെറ്റിൻ്റെ ക്വാളിറ്റീനെ പറ്റി ഒന്നും പറയാനില്ല. നമുക്കത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ പറയുമ്പോൾ അത് ഉപയോഗിക്കാതെ റിവ്യൂ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം 1 മാസത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ഒരു റിവ്യൂ പറയുന്നത്. ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ തന്നെയാണ്. ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ടി വിയിലെ സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു സൈലൻസ് നമുക്ക് ഫീൽ ചെയ്യില്ലേ, അതുപോലെയുള്ളൊരു സൈലൻസാണ് നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റ് വെക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വർക്കായി തുടങ്ങും. അതോടുകൂടി മ്യൂസിക് അല്ലാതെ പുറത്തുനിന്ന് നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഈ ഒരു ഹെഡ്ഫോൺ മറ്റ് ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാസ് പോലുള്ള സൗണ്ട് ഫീച്ചേഴ്സ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മൾട്ടി ഡിവൈസ് സപ്പോർട്ടാണ്. അതായത്
2 ഡിവൈസ് വരെ നമുക്ക് അറ്റ് എ ടൈം കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലാപ്ടോപ്പിലോ ഐപാഡിലൊക്കെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോണിൽ കോൾ വരാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഹെഡ്ഫോൺ ഡിവൈസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഡിവൈസിലെ ബ്ലൂടൂത്ത് ഓൺ ആക്കാം. എന്നിട്ട് നമ്മുടെ ഹെഡ്ഫോൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിലുള്ള ഈ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിവൈസായിട്ട് പയേർഡ് ആവും. ഈ ഒരു ഹെഡ്സെറ്റിനകത്ത് മൾട്ടിപ്പിൾ മൈക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് നല്ല രീതിയിൽ തന്നെ അപ്പുറത്തുള്ള ആളുകൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ വലതുവശത്താണ് ടച്ച് പാനൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുപയോഗിച്ച് നമുക്കിതിൻ്റെ എല്ലാ ഫങ്ഷൻസും വളരെ ഈസി ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ കോൾ വന്നു. എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള പാഡിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഫോൺ കോള് നമുക്ക് ഹെഡ്സെറ്റിലൂടെ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ മറ്റൊരു പ്രത്യേക ഫീച്ചറാണ് സ്പീക്ക് ടു ചാറ്റ് എന്ന് പറയുന്ന ഫീച്ചർ. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്സെറ്റിലെ മ്യൂസിക് പോസ് ആവുകയും നോയ്സ് ക്യാൻസലേഷൻ കട്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് എടുത്തിട്ടാണ് അവരോട് സംസാരിക്കാറ്. എന്നാൽ ഈ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാനായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള പാഡിൽ ജസ്റ്റ് ഒന്ന് പൊത്തി പിടിച്ചാൽ മതി. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ക്യാൻസൽ ആവുകയും മ്യൂസിക് പോസ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തുള്ളവരോട് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇത്രയും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു നെക്സ്റ്റ് ലെവൽ ഹെഡ്ഫോൺ തന്നെ ഇതിനെ പറയാം. ഇപ്പം നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പോസ് ചെയ്യാനായിട്ട് ഇതിൽ റൈറ്റ് സൈഡിലുള്ള ടച്ച് പാനലിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പ്ലേ ആവും. വോളിയം കൂട്ടുന്നതിനായിട്ട് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വോളിയം കുറയ്ക്കാനായിട്ട് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ട്രാക്ക് വേണമെങ്കിൽ മുന്നിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പത്തെ ട്രാക്ക് സെലക്ട് ചെയ്യാനായിട്ട് ബാക്കിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഈ ഒരു ടച്ച് പാനൽ ഹെഡ്സെറ്റ് ചെവിയിൽ വെക്കുമ്പോൾ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ ടച്ച് ആവുന്നുള്ള ഒരു പേടി വേണ്ട. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ഫോൺ ഊരി വെച്ച് കുറച്ച് സമയം യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഇതിൻ്റെ പവർ ഓഫ് ആയിക്കോളും. ഇനി ഹെഡ്ഫോണിൻ്റെ പാഡിനകത്ത് നമുക്കൊരു സെൻസർ കാണാനായിട്ട് സാധിക്കും. പ്രോക്സിമിറ്റി സെൻസർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെവിയിൽ നിന്ന് ഊരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു സെൻസർ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മുടെ മ്യൂസിക് അവിടെ പോസ് ആവും. ഇനി നമ്മൾ അഗെയിൻ വെച്ച് കഴിഞ്ഞാൽ ഇത് റെസ്യൂം ആവും. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ 30 മണിക്കൂർ വരെ ബാറ്ററി ലൈഫ് ലഭിക്കും. ഇനിയിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കുകയാണെങ്കിൽ 38 മണിക്കൂർ വരെ ലഭിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇതിൽ ചാർജ് ഇല്ലെങ്കിൽ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് 5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി ഒന്നും പറയാനില്ല. എക്സലൻറ്റ് സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല എത്ര സമയം നമ്മളിത് യൂസ് ചെയ്താലും നമുക്കൊരു ബുദ്ധിമുട്ടും ഇതിൽ ഫീൽ ചെയ്യില്ല. ഇനി ഇതിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ഹെഡ്ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിന് ഇന്ത്യയിൽ ഏകദേശം 30,000 രൂപയോളം വില വരുന്നുണ്ട്. ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഏകദേശം 4,000-5,000 രൂപയോളം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ആമസോണിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കിഡു ഹെഡ്സെറ്റ് തന്നെയാണ്. വില കുറച്ച് കൂടുതലാണെങ്കിലും അത് അതിനുള്ള സാധനമുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ്ഫോണുകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.